ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ ഗണിതം എന്ന വിഷയത്തിലെ സെക്കൻഡ് ടൈം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമിന് വേണ്ടി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചോദ്യ പേപ്പറായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്കോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ 1 മുതൽ 4ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു എക്സാം സ്പെഷ്യൽ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 89 രൂപ നിരക്കിൽ അവർക്കും ഈ എക്സാമിനുള്ള എല്ലാ വീഡിയോസും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ? നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം അല്ലേ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം അതുപോലെ തന്നെ മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാരുടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലോട്ട് പോകാം അല്ലേ. ആക്ടിവിറ്റി 1 നോക്കിക്കുക മക്കളെ, എന്താണ്? പാറ്റേൺ ആണ് അല്ലേ. ആക്ടിവിറ്റി 1 പാറ്റേൺ ആണ് കേട്ടോ. നോക്കിക്കേ, കംപ്ലീറ്റ് ദി പാറ്റേൺ ബിലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ പൂർത്തിയാക്കുക എന്നതാണ് കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേൺ പൂർത്തിയാക്കുക എന്നതാണ്. അപ്പോൾ നോക്കിക്കേ മക്കളെ, നമുക്ക് തന്നിട്ടുള്ള ABCDE എന്ന് പറഞ്ഞിട്ട് 5 എണ്ണം തന്നിട്ടുള്ളത് അല്ലേ. അതിൽ ഫസ്റ്റ് വൺ നോക്കിക്കേ, സർക്കിൾ കൊണ്ട് ഒരു ചിത്ര പാറ്റേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ. സർക്കിൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആദ്യത്തെ സർക്കിളിൽ നോക്കിക്കേ മക്കളെ, 1 2 3 3 സർക്കിൾസ് വെച്ചിട്ടാണ് ആദ്യത്തെ ഒരു പിക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെയോ മക്കളെ എന്താണ് ചെയ്തിട്ടുള്ളത്? താഴെ 1 2 3 എണ്ണം, അതിന് മേലെ 1 2, അതിന് മേലെ 1 അല്ലേ. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള സമയത്ത് നോക്കിക്കേ മക്കളെ, താഴെ എത്ര എണ്ണമാണ്? 1 2 3 4 എണ്ണമായിട്ട് മാറില്ല. ആദ്യം താഴെ 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ 3 എണ്ണമാണ്. പിന്നെ എത്രയുണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് അതിനേക്കാൾ 1 കുറഞ്ഞിട്ട് 3 എണ്ണം, പിന്നെ അതിനേക്കാൾ 1 കുറഞ്ഞിട്ട് 2 എണ്ണം, ലാസ്റ്റ് 1. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ വരയ്ക്കുമ്പോൾ താഴെ എത്ര സർക്കിൾസ് വരയ്ക്കണം? 5 വരയ്ക്കണം അല്ലേ. നോക്കിക്കേ, 1 2 3 4 5. അതിന് മേലെ 1 കുറച്ചിട്ട് 4 എണ്ണം അല്ലേ. 1 2 3 4. പിന്നെ ഒന്നുകൂടി കുറച്ചിട്ട് 1 2 3 1 2 1. ഇതേ രീതിയിലാണ് അടുത്ത ഒരു പാറ്റേൺ വരിക അല്ലേ. അപ്പം ഇങ്ങനെയാണ് ആ ഒന്നാമത്തെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, ഇനി സെക്കൻഡ് പാറ്റേണിലോട്ട് പോയിക്കേ. നോക്കിക്കേ, അവിടെ ആദ്യത്തെ പിക്ചറിൽ അല്ലേ, ആദ്യത്തേതിൽ എങ്ങനെയാണുള്ളത് മക്കളെ? നമുക്ക് ഒരു ചതുരം തന്നിട്ടുണ്ട്, അതിനെ 4 കോളങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കോളത്തിന് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഒരു കോളത്തിനുള്ളിൽ ചെറിയൊരു സർക്കിളും ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചറിലോട്ട് എത്തിയപ്പം ഇവിടെയുള്ള ഈ ഒരു സർക്കിൾ എന്ത് ചെയ്തു? തൊട്ട് മേളിലേക്കുള്ള അവിടേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം എന്ത് ചെയ്തു? അതിന് തൊട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് സർക്കിൾ എവിടെ എത്തി മക്കളെ? ഇവിടെയുള്ള സർക്കിൾ എന്ത് ചെയ്തു? തൊട്ടടുത്ത ഭാഗത്തേക്ക് എത്തി. ഇനി അടുത്ത പിക്ചർ എത്തുമ്പോൾ ആ സർക്കിൾ എന്ത് ചെയ്യും? നേരെ താഴേക്ക് ഇറങ്ങില്ലേ മക്കളെ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചതുരം വരയ്ക്കാം, അതിനെ 4 കോളങ്ങളാക്കി മാറ്റാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെയായിരുന്നു ആ സർക്കിൾ ഉള്ളത്. ഇതെന്താവും? നേരെ താഴേക്ക് ഇറങ്ങൂല. അപ്പോൾ എവിടേക്ക് മാറും മക്കളെ? ഇവിടോട്ട് മാറും. അത് നോക്കിക്കേ, ഇവിടെ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം, ഇവിടെയുള്ള ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ത് ചെയ്യും? നേരെ ഇവിടേക്ക് മാറും അല്ലേ. അതായത് ആ ഒരു സർക്കിളിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു കോളത്തിൽ ഇവിടേക്ക് മാറും. അപ്പം ഈ തരത്തിലാണ് എന്ത് ചെയ്യുക? അടുത്ത ഒരു പിക്ചർ വരിക കേട്ടോ. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു പാറ്റേൺ ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ് നമ്പേഴ്സ് തന്നിട്ടുള്ളത്? 155 256 357 അല്ലേ. 155 256 357 എന്നിങ്ങനെയാണ് ആ പാറ്റേൺ തുടർന്ന് പോകുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി മക്കളെ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ പാറ്റേൺ, ഇങ്ങനെ ഒരു പാറ്റേൺ തരികയാണെങ്കിൽ അവ തമ്മിലുള്ള 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അഥവാ വ്യത്യാസം എത്രയാണെന്ന് കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ലാർജസ്റ്റ് നമ്പർ, അതായത് 256 അല്ലേ. 155 ആണോ 256 ആണോ വലിയ സംഖ്യ? 256 ആണ്. അപ്പോൾ 256 മൈനസ് ചെയ്ത് ചെയ്യണം? 155 ചെയ്യണം. അപ്പോൾ 6 - 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് 1 ആണ്. 5 - 5 എന്ന് പറഞ്ഞാൽ 0 ആണ്. 2 - 1 എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1. എത്രയാണ് അവിടെ ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്? 101 ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. അത് മക്കളുടെ മൈൻഡിൽ വെക്കുക. എത്രയാണ് ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്? 101 ആണ്. 101 ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്ത 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? 357 minus 256. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കേ മക്കളെ. 7 - 6 എത്രയാണ്?
1 ആണ്. 5 - 5 എത്രയാണ്? 0 ആണ്. 2 - 1 എത്രയാണ്? 3 - 2 എത്രയാണ് മക്കളെ? 1 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസും അവിടെ എത്രയാണ് നമുക്ക് വരുന്നത്? 101 ആണ് ഡിഫറൻസ് വരുന്നത് അല്ലേ? 101 ആണ് എന്ത് ചെയ്യുന്നത്? അവിടെയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നോക്കിക്കുക മക്കളെ, ഇനി അടുത്ത രണ്ട് നമ്പേഴ്സ് അല്ലേ, അടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും മക്കളെ? എത്ര തന്നെയായിരിക്കും? 101 തന്നെയായിരിക്കും അവിടെയും എന്ത് വരിക? ഡിഫറൻസ് വരിക അല്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? 357ലേക്ക്, അതായത് 357ലേക്ക് നമ്മൾ എത്ര ആഡ് ചെയ്യണം? 101 ആഡ് ചെയ്യണം. 101 എന്ത് ചെയ്യണം? നമ്മളതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഏതായിരുന്നു നമുക്ക് ലാസ്റ്റുള്ള നമ്പർ? 357 ആണ് അല്ലേ? 357 പ്ലസ് ഏത് കിട്ടും? 101 അല്ലേ? 101 കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ, എത്രയാണ്? 7 + 1 എത്രയാണ്? 8 ആണ്. ഇനി 5 + 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 തന്നെയാണ്. 3 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി നെക്സ്റ്റ് നമ്പർ ഏതാണ്? 458 അല്ലേ? 458 എന്ന് കിട്ടി. അപ്പം ഇത്തരത്തിലുള്ള ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് പാറ്റേൺ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ? ആ രണ്ട് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് എത്രയാണെന്നുള്ളത് മക്കൾ ആദ്യം കണ്ടെത്തുക. എങ്കിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക എല്ലാ പാറ്റേൺസ് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? അടുത്തത് എന്താണ്? ഒരു ചിത്ര പാറ്റേൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ആദ്യത്തേതിൽ നമുക്ക് എങ്ങനെയാണ് അവിടെ തന്നിട്ടുള്ളത്? ഒരു ആരോ മാർക്കാണ് അല്ലേ? അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പിക്ചർ അല്ലേ, ആദ്യത്തെ പിക്ചർ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇതുപോലൊരു ചതുരമാണ് തന്നിട്ടുള്ളത്. ചതുരത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്? വരയ്ക്കാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതുപോലൊരു ചതുരം തന്നു. എന്നിട്ട് എന്ത് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്ലസ് മാർക്കാണുള്ളത് അല്ലേ? അതിൽ ആദ്യത്തെ ചിത്രത്തിൽ ഇവിടേക്കാണ് ആരോ മാർക്ക് ഉള്ളത്. രണ്ടാമത്തെ ചിത്രത്തിൽ ആ പ്ലസ് മാർക്കിൽ ഇവിടേക്കാണ് ആരോ മാർക്ക് ഉള്ളത്. മൂന്നാമത്തെ ചിത്രത്തിൽ എന്ത് ചെയ്തു? ഈ സൈഡിലേക്കാണ് ആരോ മാർക്ക് ഉള്ളത്. ഇനി നാലാമത്തെ ചിത്രത്തിൽ എങ്ങനെയായിരിക്കും മക്കളെ? എങ്ങനെയായിരിക്കും? ഒരു ചതുരം വരയ്ക്കുക, അതിനുള്ളിൽ ഒരു പ്ലസ് ചിഹ്നം വരയ്ക്കുക. ഈ സൈഡിലേക്കുള്ള ആരോ മാർക്ക് എന്തായിട്ട് മാറും? നേരെ മുകളിലോട്ടായിട്ട് മാറും അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുക? നാലാമത്തെ ചിത്രം വരും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചൂസ് ദി കറക്റ്റ് പിക്ചർ ടു കംപ്ലീറ്റ് ദി പാറ്റേൺ. താഴെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഏതാണ് മക്കളെ? മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 3 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതായത് 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ എഴുതുക എന്നാണ് നമുക്ക് ചോദ്യമുള്ളത് അല്ലേ? ഓക്കെ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 അക്ക സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് മക്കൾക്ക് പാറ്റേൺ എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ 3 അക്ക സംഖ്യ ഉപയോഗിച്ച് എഴുതാൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 100, 200, 300 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം കേട്ടോ. 400, 100, 200, 300, 400 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 100, 150 അല്ലേ? 150, 200, 250 അല്ലേ? 100, 150, 200, 250 അങ്ങനെ 50 ഡിഫറൻസ് വരുന്ന രീതിയിൽ എഴുതാം, 100 ഡിഫറൻസ് വരുന്ന രീതിയിൽ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? 3 അക്ക സംഖ്യകൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയാൽ മാത്രം മതിയാകും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആക്ടിവിറ്റി 2 സേ ദി നമ്പർ എന്നതാണ്. പ്രവർത്തനം 2 എന്താണ് മക്കളെ? എണ്ണം പറയാം എന്നതാണ് കേട്ടോ. നോക്കിക്കേ മക്കളെ, ക്വസ്റ്റ്യൻ എന്താണ്? എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 people ആൻഡ് 9 സീറ്റ്സ് ഓഫ് 2 people എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റുമുണ്ട്. നമുക്ക് ചിത്രം നോക്കിക്കുക, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ഇവിടെ നോക്കിക്കുക മക്കളെ, നിങ്ങൾക്ക് ബസ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. നമ്മൾ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് ചില ബസ്സിൽ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഒരു സൈഡിൽ എന്തുണ്ടായിരിക്കും? 3 പേർക്ക് ഇരിക്കാനുള്ള ഇത്തരത്തിലുള്ള സീറ്റ് ഉണ്ടായിരിക്കും. ഒരു സൈഡിൽ എന്താണ് ഉണ്ടാവുക? 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് അല്ലേ? അധികം നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണ് ഇങ്ങനെ കാണാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. എ ബസ് ഹാസ് 11 സീറ്റ്സ് ഓഫ് 3 people. അതായത് 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് മക്കളെ പറഞ്ഞിട്ടുള്ളത്? 11 എണ്ണം ഉണ്ട് അല്ലേ? 3 പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന എത്ര സീറ്റ് ഉണ്ട്? 11 സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എത്ര സീറ്റ് ഉണ്ട്? 9 സീറ്റ് ഉണ്ടാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആദ്യം ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനൊക്കെ വരുന്ന സമയത്ത് മക്കൾ ആദ്യം എന്ത് ശ്രദ്ധിക്കുക? നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കൾ? എന്താണ് തന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് തന്നത് എന്തൊക്കെയാണ്? ഒരു ബസ്സിൽ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ
2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റ് ഉണ്ടെന്ന് നമ്മളടുത്ത് പറഞ്ഞു അല്ലേ. അപ്പോൾ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 11 സീറ്റും 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന 9 സീറ്റുമാണ് കേട്ടോ. ഇത്തരത്തിലുള്ള 11 സീറ്റും ഇത്തരത്തിലുള്ള 9 സീറ്റുമാണ് ഉള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, എങ്കിൽ ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദി ബസ്? അതായത് ഈ ബസ്സിൽ ആകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആകെ എത്ര പേർക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് മക്കളെ. ടീച്ചർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇൻറ്റു വരുന്നുണ്ട് കേട്ടോ, ഗുണനം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ 11 പേർക്ക് 11 സീറ്റാണുള്ളത് അല്ലേ, 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടെത്തണം, 3 പേർ വീതം ഇരിക്കുന്ന സീറ്റിൽ എത്ര ആളുകൾ ഇരിക്കുന്നുണ്ട് എന്നറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, 11 ആദ്യത്തെ ഒരു സീറ്റിൽ 3 ആളുണ്ടായിരിക്കും, രണ്ടാമത്തെ സീറ്റിൽ 3 ആളുണ്ടായിരിക്കും. അതായത് ആദ്യത്തെ 3 ഇപ്പോഴത്തെ 3 ചേർത്ത് 6 പേരുണ്ടായിരിക്കും. മൂന്നാമത്തെ സീറ്റിൽ 3 കൂടി ചേരുന്ന സമയത്ത് 6ലേക്ക് വീണ്ടും 3 കൂട്ടിയിട്ട് 9 ആകും. പിന്നെയോ 4ാമത്തെ സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെയും 3 കൂടും. അങ്ങനെ 3 എത്ര പ്രാവശ്യം കൂട്ടണം മക്കളെ, 11 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, 3 ഇങ്ങനെ കൂട്ടി വരണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ, ഇൻറ്റു ചെയ്താൽ മതി. എങ്ങനെ ചെയ്യണം, 3 × 11 ചെയ്താൽ മതി അല്ലേ, 3 ഗുണിക്കണം 11 ചെയ്താൽ മതി അല്ലേ, 3 × 11 ചെയ്താൽ മതി. എത്രയാണ് മക്കളെ 3 × 11 എത്രയാണ്? വളരെ സിമ്പിളാണ്. എത്രയാണ് നോക്കിക്കേ. ഇനി മക്കൾക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ചെയ്യാം കേട്ടോ. 11 × 3. അപ്പോൾ 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. വീണ്ടും 3 × 1 എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 33, 33 അല്ലേ. അതായത് 3 പേർ വീതം ഇരിക്കുന്ന സീറ്റിൽ, അതായത് ഇത്തരത്തിലുള്ള സീറ്റിൽ 11 സീറ്റിൽ 3 പേര് വീതം ഇരിക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടായിരിക്കും മക്കളെ? 33 ആളുകൾ ഉണ്ടായിരിക്കും. കഴിഞ്ഞോ മക്കളെ? 33 പേരാണോ ബസ്സിൽ യാത്ര ചെയ്യുന്നത്? അല്ല. ഇനി നമുക്ക് എന്തുണ്ട്, 2 വീതമുള്ള സീറ്റിലിരിക്കുന്ന ആളുകൾ കൂടിയുണ്ട് അല്ലേ. അപ്പോൾ 2 വീതം ഇരിക്കുന്ന എത്ര സീറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്? 9 സീറ്റുകളാണ്. അതായത് 2നെ നമ്മൾ 9 പ്രാവശ്യം എഴുതി കൂട്ടണം. അതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, 2 × 9 ചെയ്താൽ മതിയില്ല, അല്ലെങ്കിൽ 9 × 2 ചെയ്താൽ മതി. എത്രയാണ് മക്കളെ? 2ൻ്റെ ടേബിൾ ചെല്ലാം, അല്ലെങ്കിൽ 9ൻ്റെ ടേബിൾ ചെല്ലാം കേട്ടോ. എത്രയാണ് ആൻസർ കിട്ടുക? 18 എന്ന് കിട്ടും. ഇതാണോ കണ്ടെത്തേണ്ടത്? അല്ല. നമുക്ക് എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി പീപ്പിൾ ക്യാൻ സിറ്റ് ഇൻ ദി ബസ് എന്നാണ് ചോദിച്ചത്. അതായത് എത്ര പേർക്ക് ബസ്സിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാം എന്നാണ് ചോദിച്ചത്. ബസ്സിൽ എത്ര പേർക്ക് ഇരിക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 പേർ വീതം ഇരിക്കുന്ന സീറ്റുകളുടെ ആളുകളുടെ എണ്ണം പ്ലസ് 2 പേർ വീതം ഇരിക്കുന്ന സീറ്റിലുള്ള ആളുകളുടെ എണ്ണം, അതായത് 33 + 18 ചെയ്യണം. എത്രയാണ് മക്കളെ ആൻസർ കിട്ടുക? 8 + 3 എത്രയാണ് മക്കളെ? 1 ആണ്. 11 ആണ്. അതിന് 1 എഴുതി, ബാലൻസ് 1 അടുത്ത ഡിജിറ്റിന് കൊടുത്തു. 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. 4 + 1 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ എത്ര ആളുകളാണ്? 51 അല്ലേ. 51 ആളുകൾക്ക് ബസ്സിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാം. മനസ്സിലായോ മക്കൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്? അപ്പോൾ നമുക്ക് മാത്സ് എക്സാമിനൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാനല്ല പറയും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നുകൊണ്ട് അതിൽ ഓരോ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുണ്ടായിരിക്കും, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് ചോദ്യം വരിക. ആ കാര്യം ഒന്ന് മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് അതിൽ തന്നെയുള്ള B ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കിക്കേ, വെൻ ദി ജേർണി സ്റ്റാർട്ടഡ് 2 seats of 3 people and 4 seats of 2 people were empty. ഹൗ മെനി മോർ പീപ്പിൾ ക്യാൻ സിറ്റ് ആൻഡ് ട്രാവൽ ഇൻ ദി ബസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് മക്കളെ, യാത്ര സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും പിന്നെ 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും എന്ത് ചെയ്തു, ഒഴിഞ്ഞു കിടക്കുകയാണ് ബസ്സിൽ. ഓക്കെ, അങ്ങനെയാണ് ബസ്സിൽ എത്ര പേർ കൂടി ഇരുന്ന് യാത്ര ചെയ്യാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോ മക്കളെ, 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ എത്ര ആളുകൾക്ക് ഇരിക്കാം? 3 × 2 ചെയ്താൽ മതിയല്ലോ. എത്രയാണ്? 6 6 പേർക്ക് ഇരിക്കാം. അതായത് 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ്, ഇവിടെ 3 പേര്, ഇവിടെ 3 പേര്. അപ്പോൾ ടോട്ടൽ എത്ര പേര്? 6 പേരായി. ഓക്കെ, ദെൻ നമ്മളോട് എന്താ പറയുന്നത്, 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും എന്ത് ചെയ്തു, ഒഴിഞ്ഞു. അതായത് 2 × 4 എത്രയാണ്? 8 എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും സീറ്റാണ് എന്ത് ചെയ്തത്, അവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പേർക്ക് കൂടി അതിലിരുന്ന് യാത്ര ചെയ്യാം എന്നതാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ, രണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും മക്കളെ? 14 എന്ന് കിട്ടും അല്ലേ. 8 + 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്?
14 14. അപ്പോൾ 14 പേർക്കും കൂടി ഇനി എന്ത് ചെയ്യാം മക്കളെ, അവിടെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി നമുക്ക് സി ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. നോക്കിക്കേ, ചൂടെ തന്നിരിക്കുന്നവയിൽ 3+3+3+3+3+3 എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏത്? ശരി ഉത്തരത്തിന് ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഓഫ് 3+3+3+3+3+3 ടിക്ക് ദി കറക്റ്റ് വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ എത്ര പ്രാവശ്യമാണ് മക്കളെ? 1 2 3 4 5 6 6 പ്രാവശ്യം 3നെ കൂട്ടുന്നതിന് പകരമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, അതായത് നമ്മൾ ചെയ്യേണ്ട ക്രിയ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ശരിയുത്തരം കണ്ടെത്തി ടിക്ക് ചെയ്യാൻ പറയുന്നത്. അതായത് 6+3 ആണോ? ഒന്നാമത്തെ ഓപ്ഷൻ എ 6+3 ആണ് അല്ലേ. 6 കൂട്ടണം 3 ചെയ്താലാണോ നമുക്ക് തന്നിട്ടുള്ള ഇതിന് തുല്യാവുക? അല്ലെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 3 അല്ലേ, 6 ഹരിക്കണം 3 ആണോ? അല്ലെങ്കിൽ 6 ഗുണിക്കണം 3 ആണോ? 6 - 3, 6 - 3 ചെയ്താലാണോ? ഏത് ചെയ്താലാണോ മക്കളെ? 6 പ്രാവശ്യം 3നെ എഴുതി കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 6 × 3 ചെയ്താൽ മതി അല്ലേ. 6 ഗുണിക്കണം 3, അതാണ് നമ്മൾ നേരത്തെ തൊട്ട് മേലെയുള്ള സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഓർത്തിരിക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് വെറുതെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, സി ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഇത്രയേ ഉള്ളൂ. അതിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും മക്കളെ? 5 മാർക്ക് നമുക്ക് അതിൽ കിട്ടും കേട്ടോ, തെറ്റിപ്പോവരുതേ മക്കളെ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. ആക്ടിവിറ്റി 3 അല്ലേ, പ്രവർത്തനം 3ലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ എന്നതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ എന്നതാണ്. നോക്കിക്കേ മക്കളെ, എ പേഴ്സൺ ക്യാൻ ഷൂട്ട് 10 റൗണ്ട്സ് ഓൺ ഈച്ച് ഷൂട്ട് വെറെവർ ദി ബുള്ളറ്റ് ഹിറ്റ്സ് ദ പേഴ്സൺ ഗോട്ട് ദാറ്റ് സ്കോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതായത് നമുക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് കോമ്പറ്റീഷൻ മത്സരം നടക്കുകയാണ്, ഷൂട്ടിംഗ് മത്സരം നടക്കുകയാണ്. ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏത് സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ കുറേ കളങ്ങൾ തന്നിട്ടില്ലേ? നോക്കിക്കേ, ഒരു കോളത്തിൽ 100 തന്നിട്ടുണ്ട്, പിന്നെ 10ൻ്റെ 4 കോളം ഉണ്ട്, അതുപോലെ തന്നെ 1 എഴുതിയിട്ടുള്ള 4 കോളംസും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരാൾക്ക് എത്ര റൗണ്ടാണുള്ളത്? 10 റൗണ്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് എവിടെയാണോ കൊള്ളുന്നത്, ഏത് കോളത്തിലാണോ കൊള്ളുന്നത്, ആ കോളത്തിലുള്ള നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളുടെ ചോദ്യം നോക്കിക്കേ, ദ സ്കോർ ആഫ്റ്റർ 5 റൗണ്ട്സ് ഓഫ് ഷൂട്ടിംഗ് ഈസ് ഗിവൺ ഇൻ ദി ടേബിൾ എന്നാണ് പറഞ്ഞത്. അതായത് ഷൂട്ടിംഗ് മത്സരത്തിലെ 5 റൗണ്ട് കഴിഞ്ഞപ്പോഴുള്ള സ്കോറാണ് ഇവിടെ താഴെ നമുക്ക് പട്ടികയിൽ തന്നിട്ടുള്ളത്. നോക്കിക്കേ, ആ ടേബിൾ നമുക്ക് അവിടെ താഴെ കാണാം അല്ലേ. അപ്പോൾ അതിൽ മക്കളെടുത്ത് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കംപ്ലീറ്റ് ദി ടേബിൾ ബൈ ഫൈൻഡിങ് ദി നമ്പർ ഓഫ് ഷൂട്ട്സ് ഓൺ 100, 10 ആൻഡ് 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോരുത്തരും 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്ത് കൊള്ളിച്ച എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കൂ. താഴെ തന്നിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ആരൊക്കെയാണ്? അരുണുണ്ട്, വിജയ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മൂന്നാമതുള്ളത് സബീനയാണ് അല്ലേ. അപ്പോൾ 100-ൽ അരുൺ എന്ത് ചെയ്തു? 3 ടൈംസ് 3 തവണ കൊള്ളിച്ചു. 10-ൽ കൊള്ളിച്ചില്ല, 1-ൽ 2 തവണ കൊള്ളിച്ചു. അങ്ങനെയാണെങ്കിൽ അവന് കിട്ടിയിട്ടുള്ള സ്കോർ 100-ൽ 3 തവണ എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ? 300 ആണ് അല്ലേ. 10-ൽ എന്ത് ചെയ്ത്? ഇല്ല. അപ്പോൾ 10ൻ്റെ സ്ഥാനത്ത് എന്ത് വരും? 0 വരും. 1-ൽ 2 തവണ. അപ്പോൾ എത്രയാണ് മക്കളെ സ്കോർ? 302. വളരെ സിമ്പിളാണ്. 100ൻ്റെ സ്ഥാനത്തെയും 10ൻ്റെ സ്ഥാനത്തെയും 1ൻ്റെ സ്ഥാനത്തെയും സംഖ്യ തരികയാണെങ്കിൽ നമുക്ക് ഏതാണ് ആ നമ്പർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് എഴുതാൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് വിജയ് ആണ് തന്നത് അല്ലേ. വിജയ്ക്ക് നമുക്ക് 100-ൽ എത്ര തവണ കൊണ്ടു, 10-ൽ എത്ര തവണ കൊണ്ടു, 1-ൽ എത്ര തവണ കൊണ്ടു എന്നുള്ള എണ്ണമൊന്നും നമുക്ക് അവിടെ തന്നിട്ടില്ല. പക്ഷെ അവന് കിട്ടിയിട്ടുള്ള ടോട്ടൽ സ്കോർ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എത്രയാണ്? 311 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്ര തവണ 3-ൽ കൊണ്ടിട്ടുണ്ടായിരിക്കും? 100-ൽ കൊണ്ടിട്ടുണ്ടായിരിക്കും. 311 ആകുമ്പം 3 തവണ അല്ലേ. 3 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ടൈംസ് എന്ത് ചെയ്തിട്ടുണ്ട്? 100-ലുണ്ട്. ദെൻ 10-ൽ നമുക്ക് എത്ര തവണ മക്കളെ? 1 ടൈമാണ് അല്ലേ. 1 ടൈം നമുക്ക് 10-ൽ തന്നിട്ടുണ്ട്. ദെൻ 1-ൽ നമുക്ക് എത്ര തവണ തന്നിട്ടുണ്ട്? 1 ടൈമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അടുത്തത് ഇനി നമുക്ക് സബീനയാണ് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ 100-ൽ എത്രയുണ്ട് മക്കളെ? 320 അവൾക്ക് കിട്ടിയിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞു അല്ലേ. 320 ആകുമ്പം 100-ൽ എത്ര ടൈംസ് ഉണ്ട് മക്കളെ? 3 ടൈംസ് ഉണ്ട് അല്ലേ. 3 ടൈംസ് 100-ലുണ്ട്. 3 തവണ എന്നാണ് കേട്ടോ എഴുതേണ്ടത് മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ. ദെൻ നമുക്ക് പറഞ്ഞത് 10ൻ്റെ സ്ഥാനത്ത് അല്ലേ. 10-ൽ എത്രയുണ്ട് മക്കളെ? 10ൻ്റെ സ്ഥാനത്ത് അവിടെ 2 ആണ് നമ്പർ ഉള്ളത്. അതുകൊണ്ട് 2 ടൈം എന്തുണ്ട്? 10-ലുണ്ട്. ഇനി 1ൻ്റെ സ്ഥാനത്ത് അവിടെ 0 ആണുള്ളത്. അപ്പോൾ എന്തില്ല? 1-ൽ ഇല്ല അല്ലേ. അഥവാ നില്ലെന്ന് എഴുതണം കേട്ടോ. നില്ലെന്ന് എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇല്ല എന്നുള്ള കാര്യം എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
അതിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള മറ്റു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഗോട്ട് ദി ലീസ്റ്റ് സ്കോർ, അതായത് ഏറ്റവും കുറവ് സ്കോർ കിട്ടിയിട്ടുള്ളത് ആർക്കാന്നാ ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ് മക്കളെ ഏറ്റവും കുറഞ്ഞ സ്കോർ? നമുക്കിവിടെ സ്കോർ തന്നിട്ടുണ്ടല്ലോ, 302, 311, 320. അതിൽ ചെറിയ സംഖ്യ ഏതാണ്? യെസ്, 302 ചെറിയ നമ്പർ അല്ലേ. 302 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പം കുറച്ച് സ്കോർ കിട്ടിയത് എന്ന് പറയുന്നത് 302. അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? അരുണാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം? അരുൺ എന്നുള്ളത് എഴുതണം കേട്ടോ. അരുൺ എന്നുള്ളത് മക്കൾ എഴുതണേ. അരുണാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയ മക്കളെ, സി ക്വസ്റ്റ്യനിലേക്ക്. വെൻ 10 റൗണ്ട്സ് were finished, one got 820 points and won. Who won the competition എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് 10 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ആരായിരിക്കും വിജയിച്ചിട്ടുണ്ടാവുക? നമുക്കറിയാം 302, 311, 320 ഇത്രയും സ്കോറുകളാണ് 5 റൗണ്ട് ആയപ്പോഴത്തേക്കും കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ടോട്ടൽ എത്രയാണ് പറഞ്ഞത്? 10 റൗണ്ട് അല്ലേ. അപ്പോൾ ഇനി എത്ര റൗണ്ട് കൂടി വരാനായിട്ടുള്ളൂ? 5 റൗണ്ട് കൂടി വരാനായിട്ടുള്ളൂ. ഇപ്പം 300 എല്ലാവർക്കും സ്കോർ ഉള്ളത് അല്ലേ. അത് എത്രയിലേക്ക് മാറി എന്നാണ് പറഞ്ഞത്? 800 ആവണമെങ്കിൽ നമുക്ക് കുറച്ചധികം പോയിന്റ്സ് കൂടണം. 10 വീതം ഓരോ റൗണ്ടിൽ കൂടി നമ്മൾ അവിടെ എത്തുമോ? 800 എത്തുമോ? ഇല്ല. പിന്നെ നമുക്ക് ഏത് കൂടണം മക്കളെ? 100 വീതം കൂടണം. അപ്പോൾ 100 വീതം കൂടുന്ന സമയത്ത് 820 അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ സബീനയുടെ പോയിന്റ് എത്ര? 320 ആണ്. ലാസ്റ്റ് എന്ത് വരുന്നുണ്ട്? ഒരു 20 വരുന്നുണ്ട് അല്ലേ. നമുക്ക് കിട്ടേണ്ട ആൻസറും എത്രയാണ്? 20 ആണ് അവസാനം വരുന്നത്. അപ്പോൾ സബീനയിലേക്ക് വീണ്ടും 5 റൗണ്ട് കഴിയുന്ന സമയത്ത് 5 റൗണ്ടിൽ അവൾക്ക് 100 വീതം കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ. 5 റൗണ്ടിൽ 100 വീതം എന്ന് പറയുന്ന സമയത്ത് എത്രയാണ് മക്കളെ ടോട്ടൽ പോയിന്റ്സ് വരിക? എത്രയാണ്? 500 വരികയല്ല. അപ്പം 320 മക്കൾ 500 ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ മക്കളെ. എത്ര നിങ്ങൾക്ക് ആൻസർ കിട്ടുക? 0 + 0 0, 2 + 0 എത്രയാണ്? 0, 3 + 5 2 + 0 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 5 + 3 എന്ന് പറയുന്നത് 8 ആണല്ലോ. അപ്പോൾ 820 കിട്ടി. അങ്ങനെ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? സബീനയ്ക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി അരുണിൻ്റെ സ്കോർ നോക്കിക്കേ, 302 ആണ്. അതിലേക്ക് 500 ആഡ് ചെയ്താൽ നമുക്ക് 820 കിട്ടുമോ? കിട്ടില്ല. വിജയുടെ നമ്പർ 311 ആണ്. അതിലേക്ക് നമ്മൾക്ക് 500 ആഡ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. ആരുടേത് മാത്രമേ കിട്ടുള്ളൂ? സബീനയുടേത് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ആരായിരിക്കും മക്കൾ വിജയിച്ചിട്ടുണ്ടാവുക? സബീനയാണ് 820 പോയിന്റ് നേടി വിജയിച്ചിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ രീതിയിൽ മക്കൾ കുറച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ് ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ സെബീനയാണ് അവിടെ വിജയിച്ചിട്ടുണ്ടാവുക. അപ്പം മക്കൾ അവിടെ സെബീന എന്ന് എഴുതണം. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരത്തിൽ സ്കോർ ആകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്കോർ വുഡ് ബി ദി മോസ്റ്റ് ലൈക്ലി സ്കോർ ഇൻ ദി 10 റൗണ്ട് ഷൂട്ടിംഗ് മാച്ച്, ടിക്ക് ദി റൈറ്റ് വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കിക്കേ മക്കളെ. 534, 722, 613, 1010 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 534, 722, 613, 1010 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതിലേതാണ് ഒരു 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരത്തിലുള്ള സ്കോർ ആവാൻ സാധ്യതയുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, 534. ഇത് കുറച്ച് മക്കൾ ടൈം എടുത്ത് നോക്കേണ്ട സാധനമാണ് കേട്ടോ. നമുക്കൊരു സ്കോറേ ഉള്ളൂ. അതിന് മക്കൾ എന്ത് ചെയ്യുക? അതിന് കുറച്ചൊന്ന് സമയം എടുത്ത് ചിന്തിക്കുകയും വേണം. 534 ആവുമോ മക്കളെ? നമുക്ക് 10 റൗണ്ട് അല്ലേ പറഞ്ഞിട്ടുള്ളത്. 10 റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 534 ആവോ? ഒരു റൗണ്ടിൽ നമുക്കിപ്പോൾ 100 പോയിന്റ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നമുക്ക് എത്ര റൗണ്ട് കൂടിയുണ്ട്? പിന്നെയും 9 റൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ആവാനുള്ള സാധ്യതയുണ്ടോ? ബാക്കി എല്ലാം 10 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല? ആ ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ 722 ആണ് തന്നിട്ടുള്ളത് അല്ലേ. 722 ആവുന്ന സമയത്തും അതുപോലെ 10 റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് വരില്ല? അതിന് പോസിബിലിറ്റി ഇല്ല അല്ലേ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് 613 നോക്കിക്കേ മക്കളെ. 613 നമുക്ക് 6 പ്രാവശ്യം എന്ത് ചെയ്തു? 100-ൽ തന്നെ 6 പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 100-ൽ തന്നെ. അപ്പോൾ നമുക്ക് 600 കിട്ടും. പിന്നെ ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 10-ൽ കൊണ്ടു. അപ്പോൾ അത്രയും മക്കളെ 7 ആയി അല്ലേ. പിന്നെ എന്ത് ചെയ്തു? 3 1-ലും കൊണ്ടു. അപ്പോൾ നോക്കിക്കേ മക്കളെ,
എത്ര റൗണ്ടായി മക്കൾ? ആദ്യത്തെ 6 റൗണ്ട്, പിന്നത്തെ ഒരു റൗണ്ട് 7 റൗണ്ട്, പിന്നത്തെ ഒരു 3 റൗണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് എത്രയും മക്കളെ? ടോട്ടൽ 10 റൗണ്ട് ആയില്ല. അപ്പോൾ 613 നമുക്കതിൽ പോസിബിൾ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് കേട്ടോ. അത് മക്കളൊന്ന് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ മക്കളെ, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പഠിച്ചിട്ട് പോവുക. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസും നോക്കും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.